വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു ഉഴുന്ന് വട പപ്സാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഉഴുന്നുകൊണ്ടുള്ള ഉഴുന്ന് വടയുടെ ടേസ്റ്റ് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് മസാലകളൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മുടെ വട പപ്സിൻ്റെ ടേസ്റ്റും മാറും. നല്ലൊരു ടേസ്റ്റി ആയിട്ട് വളരെ കുഞ്ഞു കുഞ്ഞു വട പപ്സായിട്ട് കുഞ്ഞു കുഞ്ഞു ഉഴുന്ന് വടയുടെ ഷേപ്പിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അരക്കപ്പ് അളവിൽ ഉഴുന്നെടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. 1-2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിക്കോളും. ആ ഉഴുന്നിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയിട്ട് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 പിഞ്ചളവിൽ ബേക്കിംഗ് സോഡയും കൂടിയാണ്. സാധാരണ നമ്മൾ അപ്പമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒരല്പം സോഡാപ്പൊടി ചേർക്കില്ല, അതുപോലെ വളരെ കുറച്ച് സോഡാപ്പൊടിയും കൂടി. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഇതുപോലെ വളരെ കുറച്ച് 2-3 ടീസ്പൂൺ വെള്ളം ഇപ്പോഴും നമ്മുടെ ഉഴുന്നിലുണ്ട്. അത് തന്നെ ധാരാളം മതിയാവും. ഒരുപാട് വെള്ളം ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. നല്ലതുപോലെ സ്മൂത്തായിട്ട് നമ്മൾ സാധാരണ ഉഴുന്ന് വടയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി അരച്ചെടുക്കില്ലേ, അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. തീരെ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഈ ഉഴുന്നൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഒരുപാട് വെള്ളമൊന്നും ആകാനും പാടില്ല. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. അതായത് ഇങ്ങനെ തരിതരിയായിട്ട് ഇരിക്കാനും പാടില്ല. ഉഴുന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചെറിയൊരു മസാലക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മസാലക്കൂട്ടും ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് അത് ചെറുതായിട്ടൊരു 4 പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അരിഞ്ഞ് കിട്ടും. അതിൻ്റെ പേരിലാണ്. കൂടെ പിന്നെ വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി. അരക്കപ്പ് അളവിലേ ഉഴുന്നെടുത്തിട്ടുള്ളൂ. ഒരുപാട് പെരിഞ്ജീരകം ആകരുത്, ഈ ഒരു അളവിൽ മാത്രം. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഒരു 10-12 കുരുമുളക് മാത്രം നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടുണ്ട്. ഒരുപാട് കുരുമുളക് ചേർക്കരുത്. അതുപോലെ തന്നെ മുഴുവൻ കുരുമുളക് ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ മിക്സിയിൽ അരച്ച് തന്നെ ഒന്ന് എടുത്തേക്കണം. പൊടി ചേർക്കരുത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു 2-3 തണ്ട് അളവിൽ കറിവേപ്പിലയും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ കറിവേപ്പിലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. മാക്സിമം എത്രത്തോളം പൊടിക്കാൻ പറ്റുന്നോ ആ ഒരു രീതിക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതേപോലെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മസാല മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 6 ചെറിയ ഉള്ളി ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ ഉള്ളിയും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ ഫസ്റ്റിലെ ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി നല്ലതുപോലെ സ്മൂത്തായിട്ട് അരഞ്ഞു പോകും. ബാക്കിയുള്ള മസാലകൾ പൊടിഞ്ഞും കിട്ടില്ല. അതിൻ്റെ പേരിലാണ് ഫസ്റ്റ് മസാല ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നീട് ചെറിയ ഉള്ളി ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് അരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു മസാല കൂട്ട് നമ്മുടെ ഉഴുന്നരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരേക്കും നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല കൂട്ടും ഉഴുന്ന് പേസ്റ്റും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും എക്സ്ട്രാ ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ വേണം കേട്ടോ ഉണ്ടാവാനായിട്ട്. ഈ ഒരു രീതിക്ക് ഒരുപാട് ലൂസായി പോകരുത്. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയും ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കണമെന്നോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നേരെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഫ്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസ് ആക്കി ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. സ്പൂണിലൊന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ മതിയാവും.
ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം കൈ ഒന്ന് വെള്ളത്തിലേക്ക് നനച്ചിട്ട് ഒരല്പം അല്പം മാവ് എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ട് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞ് ഉഴുന്നുവടയുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതുപോലെ ആ ഒരു രീതിക്കിടാം. ഒരുപാട് വലിയ സൈസിൽ ഇടാൻ വേണ്ടി നിൽക്കണ്ട, ചെറിയ സൈസാണ് എപ്പോഴും ഈ ഒരു സ്നാക്കിന് ബെസ്റ്റ് ആയിട്ടുള്ളത്. പുറം ഭാഗം നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ പേരിൽ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മാറി തുടങ്ങും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. പ്രത്യേകിച്ച് ഇതിൽ വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് മാവിടുന്ന സമയത്ത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവണം. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം പിന്നീട് തിരിച്ചിടാൻ വേണ്ടി നിൽക്കരുത്. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ വടയുടെ കളറൊക്കെ നന്നായിട്ട് ഇതിനൊന്നും മാറിയിട്ടുണ്ട്. ഒരുപാട് സമയം ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇടേണ്ട ആവശ്യമില്ല, ഇതെല്ലാം എടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ഉഴുന്ന് വടയാണ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെ ഒരു വടാപ്പോപ്പ് ഒന്ന് തയ്യാറാക്കി നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ചെയ്തെടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ വടാ പോപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് സൈഡായിട്ട് നമുക്കൊന്നും വേണമെന്നില്ല, എങ്കിലും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടൊമാറ്റോ സോസ് ആവാം. ടൊമാറ്റോ സോസ് വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ അത് കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കിയേക്കണം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ പിണ്ട് കമൻറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിരിക്കാം. ഈ വടാ പോപ്സ് തയ്യാറാക്കി നോക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണമെന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.